ഹലോ വെൽക്കം ബാക്ക് ടു ആൻലിൻസ് ക്ലാസ്സസ്. നമ്മൾ ഇന്ന് കെമിസ്ട്രി രണ്ടാമത്തെ പാഠം പഠിക്കാൻ പോവുകയാണേ. രണ്ടാമത്തെ പാഠത്തിലെ ഒരു പ്രധാന ടോപ്പിക്കാണല്ലേ മെയിൻ ഗ്രൂപ്പ് എലമെൻറ്റ്സ്. അപ്പം പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവണം, പീരിയോഡിക് ടേബിളിലെ കുറച്ച് ഗ്രൂപ്പുകളെ നമ്മൾ എന്ത് പറയുന്നുണ്ട്, മെയിൻ ഗ്രൂപ്പ് എലമെൻറ്റ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് ഏതൊക്കെ ഗ്രൂപ്പാണെന്ന് അറിയണ്ടേ? നമ്മൾ ഈ ഗ്രൂപ്പ് നമ്പർ ഈ ഒരു ചാർട്ട് കൊടുത്തിട്ടില്ലേ, അതിൽ ഒന്നാമത്തെ ഗ്രൂപ്പും രണ്ടാമത്തെ ഗ്രൂപ്പും അതേപോലെ 13 മുതൽ 18 വരെ, ഓക്കെ, അവരെ എല്ലാവരെയും നമ്മൾ ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് മെയിൻ ഗ്രൂപ്പ് എലമെൻറ്റ്സ്. അപ്പോൾ പീരിയോഡിക് ടേബിളിൽ ഏതൊക്കെ ഗ്രൂപ്പുകളാണ് മെയിൻ ഗ്രൂപ്പ് എലമെൻറ്റ്സ് എന്ന് അറിയാത്തതെന്നറിയോ? യെസ്, നമ്മൾ ഈ ബോക്സ് പഠിച്ചില്ലേ, ആ ബോക്സിൽ ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്നറിയപ്പെടുന്ന മൂന്നാമത്തെ ഗ്രൂപ്പ് മുതൽ 12ാമത്തെ ഗ്രൂപ്പ് വരെയുള്ള എലമെൻറ്റുകളെ നമ്മൾ മെയിൻ ഗ്രൂപ്പ് എലമെൻറ്റ്സ് എന്ന് വിളിക്കില്ല. ട്രാൻസിഷൻ എലമെൻറ്റ്സ് അല്ലാത്തവരെല്ലാം എന്താണ്, മെയിൻ ഗ്രൂപ്പ് എലമെൻറ്റ്സ് ആണ് എന്ന് മനസ്സിലാക്കി വയ്ക്കാം. ക്ലിയർ അല്ലേ? യെസ്. ഇനി നിങ്ങൾ പറഞ്ഞേ, വിച്ച് ഓഫ് ദീസ് എലമെൻറ്റ്സ് ആർ ഫെമിലിയർ ടു യു? നിങ്ങൾക്ക് ഈ മെയിൻ ഗ്രൂപ്പ് എലമെൻറ്റുകളിൽ ഏതൊക്കെയാണ് നിങ്ങൾക്ക് അറിയാവുന്ന എലമെൻറ്റ്സ്? അപ്പോൾ നിങ്ങൾ നേരെ നമ്മുടെ പീരിയോഡിക് ടേബിൾ എടുത്ത് നോക്കുക. നോക്കിയിട്ട് ഒന്നാമത്തെ ഗ്രൂപ്പിൽ ആരെങ്കിലും എനിക്കറിയോ, രണ്ടാമത്തെ ഗ്രൂപ്പിൽ അറിയോ, അതേപോലെ 13ാമത്തെ മുതൽ 18ാമത്തെ വരെ ഏതെങ്കിലുമൊക്കെ എലമെൻറ്റ്സിന് എനിക്കറിയോ, ഫെമിലിയർ ആയിട്ടുള്ള എലമെൻറ്റ്സ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് ഇവിടെ എഴുതി വെക്കണേ. ഓക്കെ, ഇപ്പം ഞാൻ നിങ്ങൾക്ക് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് നൈട്രജൻ അറിയാലോ, യെസ്, ഓക്സിജൻ അറിയാലോ, ക്ലോറിൻ അറിയാം, സോഡിയം, അലുമിനിയം, കാർബൺ, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന എക്സാമ്പിൾസ് അല്ലേ? യെസ്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഈ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട് എഴുതി വയ്ക്കാം. ക്ലിയർ ആണോ? ഓക്കെ. രണ്ടാമത്തത്, റൈറ്റ് ദി എക്സാമ്പിൾസ് ഓഫ് മെറ്റൽസ് എമംഗ് ദീസ് എലമെൻറ്റ്സ്. അപ്പോൾ നമ്മുടെ ഈ എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞില്ലേ, അതിൽ മെറ്റൽസ് ഉണ്ടാവും അല്ലേ? മെറ്റൽസ് ഉണ്ടാവും, നോൺ മെറ്റൽസ് ഒക്കെ ഉണ്ടാവും, മെറ്റലോയിഡ്സ് ഉണ്ട്. മെറ്റലോയിഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? മെറ്റലും അല്ല നോൺ മെറ്റലും അല്ല. ക്ലിയർ? ഓക്കെ. അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞ മെയിൻ ഗ്രൂപ്പ് എലമെൻറ്റുകളിൽ നമുക്ക് മെറ്റലുകളെ കാണാം, നോൺ മെറ്റലുകളെ കാണാം, മെറ്റലോയിഡ്സിനെ കാണാം. ഇനി അവർ നമ്മളോട് ചോദിച്ചിരിക്കുവാണ്, റൈറ്റ് ദി എക്സാമ്പിൾ ഓഫ് മെറ്റൽസ്. ഇപ്പം നിങ്ങൾ പറഞ്ഞ എലമെൻറ്റുകളിൽ ഏതെങ്കിലും മെറ്റൽ ഉണ്ടതായി നിങ്ങൾക്ക് അറിയുമെങ്കിൽ അവരുടെ പേര് എഴുതാൻ. നിങ്ങൾ പറഞ്ഞേ, ഏതൊക്കെയാണ്? നമ്മുടെ സോഡിയം ഒരു മെറ്റലാണല്ലേ, ലിഥിയം, പൊട്ടാസ്യം, മഗ്നീഷ്യം, ഇതെല്ലാം മെറ്റൽസ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും കുറച്ചെണ്ണത്തിൻ്റെ പേര് അവിടെ എഴുതി വയ്ക്കാം. ക്ലിയർ ആണോ? ഓക്കെ. ഡു ദീസ് എലമെൻറ്റ്സ് ഇൻക്ലൂഡ് നോൺ മെറ്റൽസ്? ഇതിൽ ഈ പറഞ്ഞ നമ്മുടെ മെയിൻ ഗ്രൂപ്പ് എലമെൻറ്റുകളിൽ നോൺ മെറ്റൽസ് ഉണ്ടോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ ഉണ്ടെന്ന്. യെസ്, മെറ്റൽസ് ഉണ്ട്, നോൺ മെറ്റൽസ് ഉണ്ട്, മെറ്റലോയിഡ്സും ഉണ്ട്. അപ്പോൾ ഇവിടെ എന്ത് എഴുതണം? യെസ് എന്ന് എഴുതണം. അങ്ങനെയാണെങ്കിൽ എക്സാമ്പിൾസ് പറയാണ്. എക്സാമ്പിൾസ് എന്തൊക്കെയാണെന്നറിയോ? കാർബൺ ഒരു നോൺ മെറ്റലാണേ. അതേപോലെ നൈട്രജൻ ഒരു നോൺ മെറ്റലാണ്. നൈട്രജൻ മെറ്റലാണോ? അല്ലല്ലോ. ഓക്കെ. അപ്പോൾ കാർബൺ, നൈട്രജൻ, അതേപോലെ ഫോസ്ഫറസ്, അതൊക്കെ എന്താണ്? നോൺ മെറ്റലാണ് കേട്ടോ. അപ്പോൾ കുറച്ചെണ്ണത്തിൻ്റെ പേര് അവിടെ എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് എഴുതി വയ്ക്കാം. ക്ലിയർ ആണോ ഇതുവരെ? അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞ എക്സാമ്പിൾസും അതേപോലെ നമ്മുടെ പീരിയോഡിക് ടേബിളൊക്കെ നോക്കിയിട്ട് കുറച്ച് മെറ്റൽസിൻ്റെയും നോൺ മെറ്റൽസിൻ്റെ ഒക്കെ പേര് പഠിച്ചു വയ്ക്കൂലേ? അത് നിങ്ങൾക്ക് എന്തായാലും ഹെൽപ്ഫുൾ ആവും. എന്ത് ചെയ്യണം? കുറച്ചെണ്ണത്തിൻ്റെ പേരൊന്ന് പഠിച്ചു വയ്ക്കാം. ഓക്കെ, നമുക്കിനി അടുത്തത് നോക്കാം. ഡു ദീസ് ഗ്രൂപ്പ് ഇൻക്ലൂഡ് എലമെൻറ്റ്സ് ബിലോങ്ങിങ് ടു ദി സോളിഡ് സ്റ്റേറ്റ്, ലിക്വിഡ് സ്റ്റേറ്റ്, ഗ്യാഷ്യസ് സ്റ്റേറ്റ്? ഇനി നമ്മുടെ മെയിൻ ഗ്രൂപ്പ് എലമെൻറ്റുകളുടെ ഗ്രൂപ്പിൽ ഏതെങ്കിലും സോളിഡ് സ്റ്റേറ്റിൽ കാണപ്പെടുന്ന എലമെൻറ്റ്സ് ഉണ്ടോ? അതേപോലെ ലിക്വിഡ് സ്റ്റേറ്റിൽ കാണുന്ന എലമെൻറ്റ്സ് ഉണ്ടോ? ഗ്യാഷ്യസ് ആയിട്ട് കാണുന്ന എലമെൻറ്റ്സ് ഉണ്ടോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. ലിക്വിഡ് എന്താണ്, സോളിഡ് എന്താണ്, ഗ്യാസ് എന്താണെന്നും ഞാൻ പറയേണ്ട ഒരു ആവശ്യമില്ല അല്ലേ? എല്ലാവർക്കും അറിയാം അല്ലേ? യെസ്. ഉണ്ടോ? നിങ്ങളിന്ന് പറഞ്ഞേ. ലിക്വിഡ് സ്റ്റേറ്റിലും സോളിഡ് സ്റ്റേറ്റിലും ഗ്യാഷ്യസ് സ്റ്റേറ്റിലൊക്കെ എല്ലാ സ്റ്റേറ്റിലുള്ള എലമെൻറ്റ്സും ഈ പറഞ്ഞ നമ്മുടെ മെയിൻ ഗ്രൂപ്പ് എലമെൻറ്റ്സ് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവർ എക്സാമ്പിൾസ് ചോദിച്ചിരിക്കുന്നത് കണ്ടില്ലേ? അപ്പോൾ ഇവിടെ എന്താ നിങ്ങൾ എഴുതുക? ഇവിടെ എന്ത് എഴുതുക? യെസ് എന്ന് എഴുതൂലേ? യെസ് എന്ന് എഴുതണം. ഇനി
ഇൻ സോളിഡ് സ്റ്റേറ്റ്. സോളിഡ് സ്റ്റേറ്റിൽ നമുക്ക് അതിന് കുറച്ച് എക്സാമ്പിൾസ് ഉണ്ട്. ഏതൊക്കെയാണ്? നിങ്ങൾക്ക് എഴുതാം. സോഡിയം, പൊട്ടാസ്യം, മഗ്നീഷ്യം. ഇപ്പം ഞാൻ പറയുന്നതിൻ്റെ സ്പെല്ലിംഗ് അറിയില്ലെങ്കിൽ എവിടെ നോക്കും? യെസ്, പീരിയോഡിക് ടേബിളിൽ നോക്കും. നിങ്ങൾ തന്നെ സ്വയം നോക്കി എഴുതിയാൽ നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട് കേട്ടോ. അതിൽ ഞാൻ പറഞ്ഞിട്ട് എഴുതുന്നേക്കാളും നിങ്ങൾ തന്നെ സ്വയം പോയി പീരിയോഡിക് ടേബിൾ നോക്കി കണ്ടുപിടിച്ച് എഴുതണം. ഓക്കെ, ഇപ്പം ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. സോളിഡ് സ്റ്റേറ്റിന് എക്സാമ്പിൾസ് ആണ് ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, മഗ്നീഷ്യം. ഇതെല്ലാം നല്ല സോളിഡ് ആയിട്ടാണ് കാണപ്പെടുന്നത്. ക്ലിയർ? ഇനി ലിക്വിഡ് പോലെ ലിക്വിഡ് സ്റ്റേറ്റിൽ കാണപ്പെടുന്ന എക്സാമ്പിൾസ് ഏതൊക്കെയാണെന്ന് അറിയാം നിങ്ങൾക്ക്? ഗാലിയം, മെർക്കുറി, അല്ലേ? അതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. പിന്നെ ബ്രോമിൻ, ഇതെല്ലാം ലിക്വിഡ് സ്റ്റേറ്റിലാണ് കാണപ്പെടുന്നത്. ഇനി ഗ്യാഷ്യസ് സ്റ്റേറ്റ് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല, നിങ്ങൾക്ക് തന്നെ അറിയാം അല്ലേ? യെസ്, നമ്മുടെ ഓക്സിജൻ ആയാലും നൈട്രജൻ, ഹീലിയം, പിന്നെ ക്ലോറിൻ, ഇതെല്ലാം എന്താണെന്നറിയോ? ഗ്യാഷ്യസ് സ്റ്റേറ്റിൽ കാണപ്പെടുന്നതാണ്. അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞതും പറയാത്തതായിട്ടുള്ള കുറേ എക്സാമ്പിൾസ് നിങ്ങൾക്ക് ഇവിടെ അങ്ങ് എഴുതി വയ്ക്കാവേ. ഓക്കെ, അത് നിങ്ങൾക്കുള്ള ഡ്യൂട്ടിയാണ്, നിങ്ങൾ എഴുതി വയ്ക്കണം. ഇനി ഞാൻ പറഞ്ഞു, ഇതിൽ ഈ പറഞ്ഞ മെയിൻ ഗ്രൂപ്പ് എലമെൻറ്റുകളിൽ മെറ്റൽസ് മാത്രമല്ല, നോൺ മെറ്റൽസും മാത്രമല്ല ഉള്ളത്. എന്തൊക്കെയുണ്ട്? മെറ്റലോയിഡുകളുണ്ടെന്ന് ഞാൻ പറഞ്ഞു അല്ലേ? അപ്പം എന്താണ് മെറ്റലോയിഡ്സ് എന്ന് അറിയണ്ടേ? യെസ്, എലമെൻറ്റ്സ് എക്സിബിറ്റിംഗ് ദ പ്രോപ്പർട്ടീസ് ഓഫ് ബോത്ത് മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് ആർ നോൺ ആസ് മെറ്റലോയിഡ്സ്. ഇനി എലമെൻറ്റ്സ് മെറ്റലിൻ്റെയും നോൺ മെറ്റലിൻ്റെയും പ്രത്യേകതകൾ കാണിക്കുന്നവയാണ് ഈ പറഞ്ഞ മെറ്റലോയിഡ്സ്. ഒരു മെറ്റലോയിഡ് നമ്മൾ എടുത്തു നോക്കിയാൽ അത് മെറ്റലാണോ നോൺ മെറ്റലാണോ എന്ന് പറയാൻ പറ്റില്ല. രണ്ടിൻ്റെയും സ്വഭാവങ്ങൾ കാണിക്കുന്ന കുറച്ച് ആൾക്കാരാണ് നമ്മുടെ മെറ്റലോയിഡുകൾ. ക്ലിയർ ആണോ? അപ്പം മെറ്റലോയിഡ്സ് പഠിച്ചില്ലേ? അതിൻ്റെ എക്സാമ്പിൾസ് എന്തായാലും നിർബന്ധമായിട്ടും പഠിക്കണം. എക്സാമ്പിൾസ് ആണ് സിലിക്കൺ, ജെർമാനിയം, ആർസെനിക്, ആൻറ്റിമണി. ഓക്കെ, അപ്പോൾ ഈ 4 എക്സാമ്പിളും പഠിക്കൂലേ? സിലിക്കൺ എവിടെ കേട്ടാലും നിങ്ങൾക്ക് പറയാൻ പറ്റണം അതൊരു മെറ്റലോയിഡ് ആണ് എന്ന് പറയാൻ പറ്റണം. അതേപോലെ ആർസനിക് എന്ന് കേട്ടാൽ പറയാൻ പറ്റണം ആർസനിക് ഒരു മെറ്റലോയിഡ് ആണ് എന്ന്. അപ്പോൾ എന്താണ് മെറ്റലോയിഡ് എന്ന് മനസ്സിലായി, അതിൻ്റെ എക്സാമ്പിൾസ് പഠിച്ചു. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി അവർ അടുത്ത പേജിൽ മെയിൻ ഗ്രൂപ്പ് എലമെൻറ്റിൻ്റെ ഒരു ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട്. ദി എലമെൻറ്റ്സ് ഇൻ ഗ്രൂപ്പ് 1 and 2 and group 13 to 18 are known as main group elements. അത് നമ്മൾ പഠിച്ച കാര്യമാണല്ലേ. ഒന്നാമത്തെ ഗ്രൂപ്പും രണ്ടാമത്തെ ഗ്രൂപ്പും അതേപോലെ 13ാമത്തെ ഗ്രൂപ്പ് മുതൽ 18ാമത്തെ ഗ്രൂപ്പിലെ എലമെൻറ്റുകളെ നമ്മൾ ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് മെയിൻ ഗ്രൂപ്പ് എലമെൻറ്റ്സ്. ഓക്കെ, ലെറ്റ് us examine another characteristic of the main group elements. ഇനി നമ്മൾ മെയിൻ ഗ്രൂപ്പ് എലമെൻറ്റ്സിൻ്റെ വേറൊരു പ്രത്യേകത. ഇതേപോലെ നമുക്ക് അടിപൊളിയായിട്ട് ഫിസിക്സും പഠിക്കണ്ടേ? ഫിസിക്സ് ഞാൻ ട്യൂഷൻ എടുക്കുന്നുണ്ട്. ആർക്കെങ്കിലും ജോയിൻ ചെയ്യണമെങ്കിൽ ഞാൻ ഇവിടെ ഒരു നമ്പർ കൊടുക്കാം. ആ നമ്പറിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതിയേ. എല്ലാ ദിവസവും ഒരു അരമണിക്കൂർ വീതമാണ്. അരമണിക്കൂർ നമ്മൾ ക്ലാസ് ഉണ്ടായിരിക്കും. 7:15 മുതൽ 7:45 വരെയാണ് ക്ലാസ്. അപ്പോൾ ഫിസിക്സ് ഇതേപോലെ അടിപൊളിയായി പഠിച്ച് നമുക്ക് ഓണം എക്സാമിനൊക്കെ നല്ല മാർക്ക് വാങ്ങണ്ടേ? ഓക്കെ, അപ്പം വൈകിക്കാണ്ട് ജോയിൻ ആവുക. ക്ലാസ്സും ചെറുതായി തുടങ്ങി, കാരണം ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞതാണ്. സാരില്ല, ജസ്റ്റ് ഒന്നാമത്തെ പാഠം ഇൻട്രൊഡക്ഷൻ ആയിട്ടുള്ളൂ. അപ്പോൾ ഇനിയും ജോയിൻ ചെയ്യാനുണ്ടെങ്കിൽ വേഗം ജോയിൻ ആവാട്ടോ. ഓക്കെ, മെയിൻ ഗ്രൂപ്പ് എലമെൻറ്റ്സ് ഇൻ പീരീഡ്സ് 2 and 3 ഇൻ ദ പീരിയോഡിക് ടേബിൾ ആർ ഗിവൻ ബിലോ. പീരിയോഡിക് ടേബിളിലെ 2ാമത്തെ പീരീഡിലെയും 3ാമത്തെ പീരീഡിലെയും എലമെൻറ്റുകളെ അവരിങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കുറച്ച് 3 മുതൽ 12 വരെ എണ്ണം കാണാത്തത് എന്തുകൊണ്ടാണ്? അവർ മെയിൻ ഗ്രൂപ്പ് അല്ല കേട്ടോ. അവരെന്താണ്? ട്രാൻസിഷൻ എലമെൻറ്റ്സ് ആണ്. അവരെ നമ്മൾ മെയിൻ ഗ്രൂപ്പ് എലമെൻറ്റ്സ് എന്ന് വിളിക്കില്ല. അതുകൊണ്ടാണ് ഈ 2 കഴിഞ്ഞപ്പോൾ പിന്നെ 13 കാണുന്നത്. എന്താ പറയുന്നതെന്ന് മനസ്സിലായില്ലേ? ഓക്കെ, ഈ 2 കഴിഞ്ഞപ്പോൾ 13 വന്നത് എന്തുകൊണ്ടാണ്? 3, 4 ഒന്നും വരാൻ എന്തുകൊണ്ടാണ്? അത് മെയിൻ ഗ്രൂപ്പ് അല്ല. 1ാമത്തെ ഗ്രൂപ്പ് ഉണ്ട്, 2ാമത്തെ ഗ്രൂപ്പ് ഉണ്ട്, 13 മുതൽ 18 വരെയും ഉണ്ട്. ഇതാണ് നമ്മുടെ മെയിൻ ഗ്രൂപ്പ്. അപ്പോൾ നമ്മുടെ മെയിൻ ഗ്രൂപ്പ് എലമെൻറ്റുകളിലെ പീരീഡ് 2-നെയും 3-നെയും നമ്മൾ എടുത്തിങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്.
ഓക്കെ, ഇനി നിങ്ങൾ നോക്കിയിട്ടൊന്ന് പറഞ്ഞേ, എന്താണ് ഒരു പ്രത്യേകത നിങ്ങൾക്ക് കാണാനുള്ളത്? ശരിക്കും നോക്കിയിട്ട് പറഞ്ഞേ. നമ്മൾ പീരീഡ് 2 മാത്രം നോക്കുകയാണേ. അപ്പോൾ നമുക്ക് മനസ്സിലായി, ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺസ് നമ്മൾ നോക്കിയപ്പം ഇവിടെ 1 ആണ്, 2, 3, 4, 5, 6, 7, 8. കണ്ടോ, ഒരു ഓർഡറിലാണ് ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺസ് ഫില്ല് ചെയ്തിരിക്കുന്നത്. എത്ര വരെ? 8 വരെ. ക്ലിയർ ആണോ? യെസ്. അതേപോലെ തന്നെയാണ് മൂന്നാമത്തെ പീരീഡിലും. ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺസ് ഓർഡറിലാണ് ഫില്ല് ചെയ്തേക്കണേ. ഇവിടെ 1 ആണെങ്കിൽ ഫസ്റ്റ് ഗ്രൂപ്പിൽ 1 ഇലക്ട്രോൺ, സെക്കൻഡ് ഗ്രൂപ്പിൽ 2 ഇലക്ട്രോൺസ് ഔട്ടർ മോസ്റ്റിൽ കാണപ്പെടുന്നത്. അതേപോലെ 13th ഗ്രൂപ്പിൽ 3, 14th ഗ്രൂപ്പിൽ 4, 15th ഗ്രൂപ്പിൽ 5, 6, 7, 8. കണ്ടോ നിങ്ങൾ? അപ്പം ഒരു ഓർഡറിലാണ് ഈ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺസ് ഇങ്ങനെ ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന്. അതൊരു പ്രത്യേകതയല്ലേ മെയിൻ ഗ്രൂപ്പിൻ്റെ? യെസ്. ഹൗ ഡസ് ഇലക്ട്രോൺ ഫില്ലിംഗ് ടേക്സ് പ്ലേസ് ഇൻ ദി ഔട്ടർ മോസ്റ്റ് ഷെൽ ഓഫ് ദീസ് എലമെൻറ്റ്സ്? ഈ എലമെൻറ്റുകളുടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എങ്ങനെയാണ് ഇലക്ട്രോൺസ് ഫില്ല് ചെയ്തിരിക്കുന്നത്? നിങ്ങൾ പറഞ്ഞേ. ദി നമ്പർ ഓഫ് ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺസ് ആർ സെയിം ഇൻ സെയിം ഗ്രൂപ്പ്സ് അല്ലേ? ഒരു പ്രത്യേകത കൂടി നമുക്ക് കാണാൻ പറ്റും. ഒന്നാമത്തെ ഗ്രൂപ്പിൽ പീരീഡ് 2 ആയാലും 3 ആയാലും ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ എന്താണ്? 1 അല്ലേ? യെസ്. ഇനി പീരീഡ് അല്ല, ഗ്രൂപ്പ് 2 എടുത്ത് നോക്കിയേ. ഗ്രൂപ്പ് 2ൽ പീരീഡ് 2 ആയാലും 3 ആയാലും ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ എന്താ? 2 ആണ് അല്ലേ? കാണാനില്ലേ? യെസ്. 13ാമത്തെ ഗ്രൂപ്പ് എടുത്ത് നോക്കിയേ. അതിൽ പീരീഡ് 2 ആയാലും 3 ആയാലും ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിൻ്റെ നമ്പർ എത്രയാ? 3. അങ്ങനെ തന്നെയാണ് എല്ലാത്തിൻ്റെയും. അപ്പം അതൊരു പ്രത്യേകതയല്ലേ? അപ്പം അത് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് എഴുതി വെക്കണം. എന്തെഴുതുക? ദി നമ്പർ ഓഫ് ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺസ് ആർ സെയിം ഇൻ സെയിം ഗ്രൂപ്പ്സ്. ഒരേ ഗ്രൂപ്പിൽ ഒരേ ഔട്ടർ ഇലക്ട്രോൺ നമ്പർ ആയിരിക്കും. ഇത്രയേ ഉള്ളൂ. അപ്പം അത് എഴുതിയില്ലേ? ഇനി ഞാൻ പറഞ്ഞതൊന്ന് ബാക്ക് അടിച്ച് കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് കൂടെ എഴുതിയെടുക്കാം കേട്ടോ. ഓക്കെ, എനിക്ക് കുറേ പ്രാവശ്യം പറയാൻ പറ്റില്ലല്ലോ, അത് റെക്കോർഡഡ് വീഡിയോ അല്ലേ. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് വായിക്കാം. വാട്ട് ചേഞ്ച് ഡു യു ഒബ്സർവ് ഇൻ ദി നമ്പർ ഓഫ് ഔട്ടർ ഇലക്ട്രോൺസ് ഓൺ മൂവിങ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് അലോങ് ദി പീരീഡ്? എന്ത് ചേഞ്ച് ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റുക? ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് നമ്മൾ നോക്കുമ്പം എന്ത് പ്രത്യേകതയാണ് നിങ്ങൾക്ക് കാണുന്നത്? നിങ്ങൾ പറഞ്ഞേ. ഓൺ മൂവിങ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് അലോങ് ഈ പീരീഡ്. നമ്മൾ പീരീഡാണ് നോക്കുന്നത് കേട്ടോ, ഗ്രൂപ്പല്ല. പീരീഡ് വൈസ് നോക്കുമ്പം ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് നോക്കുമ്പം എന്താ നമുക്ക് കാണാൻ പറ്റുന്നത്? ഓരോ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺസ് ഇങ്ങനെ കൂടി ഇവിടെ 1, 2, 3 അങ്ങനെ ഓരോ ഇലക്ട്രോൺസും കൂടിയിട്ടാണ് വരുന്നത് അല്ലേ? യെസ്, അത് എഴുതി വയ്ക്കണം. അതല്ലേ അവിടുത്തെ പ്രത്യേകത. എന്തെഴുതുക? ഞാൻ ഒരു വട്ടം പറയാം, നിങ്ങൾ എഴുതിയെടുക്കണേ. ഓൺ മൂവിങ് അലോങ് എ പീരീഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് there is an increase of 1 electron in the outermost shell of main group elements. ഇത്ര എഴുതിയാൽ മതി. അപ്പം നിങ്ങളൊന്ന് എഴുതി വയ്ക്കുക. അത് ജസ്റ്റ് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിത് കാണാപ്പാഠം പഠിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നിങ്ങൾക്ക് എഴുതിയാൽ മതി. നിങ്ങൾ എഴുതണം. പീരീഡ് വൈസ് നമ്മൾ നോക്കുമ്പം ലെഫ്റ്റിന് എങ്ങനെ നോക്കുമ്പം ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് നോക്കുമ്പം ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺസിലെ ഓരോ ഇലക്ട്രോണും ഇങ്ങനെ കൂടിയിട്ടാണ് വരുന്നത്. അത് ഈ പറഞ്ഞ മെയിൻ ഗ്രൂപ്പ് എലമെൻറ്റിൻ്റെ ഒരു പ്രത്യേകതയാണ്. അത്രയേ ഉള്ളൂ. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ എഴുതി പഠിച്ചു. ഓക്കെ, ആ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് ഇത് ഇവിടെ കിടക്കുന്നത്. പ്രത്യേകിച്ച് എഴുതേണ്ട കാര്യമില്ല, അത് പഠിക്കണേ, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മെയിൻ ഗ്രൂപ്പ് എലമെൻറ്റ്സ്. മെയിൻ ഗ്രൂപ്പ് എലമെൻസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അതിൻ്റെ പ്രത്യേകതകൾ നമുക്ക് 3 എണ്ണമാണ് പ്രധാനമായും പഠിക്കാനുള്ളത്. അതിൽ 1-2 നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഏതൊക്കെയാണെന്നറിയോ? മെയിൻ ഗ്രൂപ്പ് എലമെൻറ്റുകളിൽ മെറ്റൽസ് ഉണ്ട്, നോൺ മെറ്റൽസ് ഉണ്ട്, മെറ്റലോയിഡ്സ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതൊരു പോയിൻ്റാണ്. ഓക്കെ, രണ്ടാമത്തെ പോയിൻ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഫിസിക്കൽ സ്റ്റേറ്റ്സ്, പല ഫിസിക്കൽ സ്റ്റേറ്റ്സ്, സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, അതും നമുക്ക് മെയിൻ ഗ്രൂപ്പ് എലമെൻറ്റ്സിനെ കാണാൻ പറ്റുന്നു. അതും ഇതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ്. ഓക്കെ, ഇനി നമുക്ക് ഓരോ പോയിൻ്റായിട്ട് വായിക്കാവേ.
ഒന്നാമത്തെ പോയിന്റ് ആണ് ദേ ഷോ സിമിലാരിറ്റി ഇൻ പ്രോപ്പർട്ടീസ് ഇൻ എ ഗ്രൂപ്പ്. നമ്മൾ ഈ മെയിൻ ഗ്രൂപ്പ് എലമെൻസിൻ്റെ ഓരോ ഗ്രൂപ്പും എടുത്ത് നോക്കുകയെന്ന് വിചാരിക്കുക. ഓരോ ഗ്രൂപ്പ് എടുത്ത് നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ആ ഗ്രൂപ്പിലുള്ള എല്ലാ എലമെൻസിനും എന്തെങ്കിലുമൊക്കെ സിമിലർ ആയിട്ടുള്ള ഒരേപോലത്തെ സ്വഭാവങ്ങൾ കാണിക്കുന്നു. ഓക്കെ, ഇപ്പോൾ ഒന്നാമത്തെ ഗ്രൂപ്പ് എടുത്താൽ ഒന്നാമത്തെ ഗ്രൂപ്പിലുള്ള എലമെൻസിന് ഒരേ സ്വഭാവങ്ങൾ കാണിക്കുന്നുണ്ട്. അതേപോലെ രണ്ടാമത്തെ ഗ്രൂപ്പ്. ഓക്കെ, അതാണ് അവിടെ ഒന്നാമത്തെ പോയിന്റിൽ പറയുന്നത്. ദേ ഷോ സിമിലാരിറ്റി ഇൻ പ്രോപ്പർട്ടീസ് ഇൻ എ ഗ്രൂപ്പ്. ഓരോ ഗ്രൂപ്പിൽ പ്രോപ്പർട്ടീസിന് സിമിലാരിറ്റി കാണിക്കുന്നുണ്ട് എന്ന് പഠിച്ചില്ലേ? യെസ്. രണ്ടാമത്തെ പോയിന്റിലാണ് നമ്മുടെ മെറ്റൽസിൻ്റെയും നോൺ മെറ്റൽസിൻ്റെ ഒക്കെ കാര്യം പറയുന്നത്. ദേ ഇൻക്ലൂഡ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എലമെൻറ്റ്സ്. ഈ മെയിൻ ഗ്രൂപ്പ് എലമെൻറ്റ്സിൽ പല തരത്തിലുള്ള എലമെൻറ്റുകളുണ്ട്. ഏതൊക്കെയാണ്? സച്ച് ആസ് മെറ്റൽസ് ഉണ്ട്, നോൺ മെറ്റൽസ് ആൻഡ് മെറ്റലോയിഡ്സ്. അപ്പോൾ രണ്ടാമത്തെ പോയിന്റും നമ്മൾ പഠിച്ചു ഇല്ലേ? ഒന്നാമത്തെ പോയിന്റ് പഠിച്ചു, രണ്ടാമത്തെ പോയിന്റ് പഠിച്ചു. ഇനി മൂന്നാമത്തെ പോയിന്റിൽ പറയാണ് ദേ റെപ്രസെൻറ്റ് എലമെൻറ്റ്സ് ബിലോങ്ങിങ് ടു ഡിഫറെൻറ്റ് ഫിസിക്കൽ സ്റ്റേറ്റ്സ്. എന്താ പറയുന്നത്? ഈ പറഞ്ഞ മെയിൻ ഗ്രൂപ്പ് എലമെൻറ്റുകളിൽ പല തരത്തിലുള്ള ഫിസിക്കൽ സ്റ്റേറ്റ് ഉള്ളവരുണ്ട്. എന്ന് വെച്ചാൽ ഫിസിക്കൽ സ്റ്റേറ്റ് എന്ന് വെച്ചാൽ അവരെ കാണുമ്പോൾ നമുക്ക് ചിലത് സോളിഡ് ആവാം, ലിക്വിഡ് ആവാം, ഗ്യാസ് ആവാം. അങ്ങനെ പല തരത്തിലുള്ള ഫിസിക്കൽ സ്റ്റേറ്റ് കാണിക്കുന്ന എലമെൻറ്റുകളും നമ്മുടെ ഈ പറഞ്ഞ മെയിൻ ഗ്രൂപ്പ് എലമെൻസിൽ ഉണ്ട്. അതാണ് ഈ പറഞ്ഞ മൂന്നാമത്തെ പോയിന്റിൽ പറയുന്നത്. അപ്പം ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മെയിൻ ഗ്രൂപ്പ് എലമെൻസ് എല്ലാവരും പഠിച്ചില്ലേ? ഇമ്പോർട്ടൻ്റ് ആണേ പഠിക്കണം. ഓക്കെ, ഇനി നമുക്ക് 2 ക്വസ്റ്റ്യൻസ് അവർ ചോദിച്ചിട്ടുണ്ട്. അതുകൂടെ വായിച്ചിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് വിച്ച് ആർ ദി ഫാമിലീസ് ഇൻക്ലൂഡഡ് ഇൻ മെയിൻ ഗ്രൂപ്പ് എലമെൻറ്റ്സ്. നിങ്ങൾ പറഞ്ഞേ ഏതൊക്കെ ഫാമിലീസാണ് മെയിൻ ഗ്രൂപ്പ് എലമെൻറ്റിൽ പെടുന്നത്? അതിൻ്റെ പേര് പറയാം. ഗ്രൂപ്പൊക്കെ നമുക്കറിയാം അല്ലേ? അതിൻ്റെ പേരൊന്ന് പറഞ്ഞേ. ഒന്നാമത്തെ ഗ്രൂപ്പിൻ്റെ പേരെന്താണ്? ആൽക്കലി മെറ്റൽസ്. രണ്ടാമത്തെ ഗ്രൂപ്പാണ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. പിന്നെ ഏതാ വരിക? കാർബൺ ഫാമിലി, നൈട്രജൻ ഫാമിലി, ഓക്സിജൻ ഫാമിലി, ഹാലോജൻസ്, നോബിൾ ഗ്യാസസ്. അപ്പോൾ അതൊക്കെ ഒന്ന് എഴുതി വയ്ക്കുക. നേരത്തെ നമ്മളൊരു ബോക്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ ബോക്സിൽ മെയിൻ ഗ്രൂപ്പ് എലമെൻറ്റ്സ് ഏതൊക്കെ ഫാമിലിയിലാണ് ഉൾപ്പെടുന്നത് എന്ന് നോക്കിയിട്ട് അതിൻ്റെ പേരൊക്കെ എഴുതി വെക്കണേ. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇൻ വിച്ച് ഗ്രൂപ്പ്സ് ആർ മെറ്റലോയിഡ്സ് പ്രസൻറ്റ്. ഇപ്പം നമ്മൾ പഠിച്ച ഗ്രൂപ്പുകളിൽ ഏത് ഗ്രൂപ്പിലാണ് മെറ്റലോയിഡുകളെ നമുക്ക് കാണാൻ പറ്റുന്നത്? ഏതൊക്കെയാണെന്നറിയോ? 14ാമത്തെ ഗ്രൂപ്പിലും 15ാമത്തെ ഗ്രൂപ്പിലുമാണ് നമുക്ക് മെറ്റലോയിഡുകളെ കാണാൻ പറ്റുക. ഏതൊക്കെ ഗ്രൂപ്പിലാണ്? 14ാമത്തെയും 15ാമത്തെയും. തെറ്റിക്കില്ലല്ലോ? ക്ലിയർ അല്ലേ? അപ്പം മെറ്റലോയിഡ്സ് ഏത് ഗ്രൂപ്പിലാണ്? 14ഉം 15ഉം. അപ്പം നമ്മൾ ഈ 2 ക്വസ്റ്റ്യനും ചെയ്ത് കഴിഞ്ഞില്ലേ? സിമ്പിൾ അല്ലേ ഇതുവരെ? അപ്പോൾ ഇതുവരെയുള്ളതെല്ലാം പഠിച്ചു വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടിപൊളിയായിട്ട് അടുത്തത് പഠിക്കാം. അപ്പോൾ ഫിസിക്സ് ക്ലാസ്സിൻ്റെ കാര്യം ആരും മറക്കില്ലല്ലോ? ഞാൻ ഇവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. നമ്പറിൽ മെസ്സേജ് അയക്കണേ. അപ്പോൾ ഓക്കെ, ടാറ്റ. അടുത്ത ക്ലാസ്സായിട്ട് കാണാം.